ജിതിന്റെ കാറിൽ നീലിമയും കുഞ്ഞും നിലയും അമ്മമ്മയും. ട്രാവലറിൽ അച്യുതനും ഷീജയും നന്ദനും സീമയും പിന്നെ ഷീജയുടെ ആങ്ങളയും ഭാര്യയും നകുലന്റെ ഒരു അമ്മാവനും ഭാര്യയും. ഇത്രയും പേരാണ് വിശ്വജിത്തിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടത്. ഒരു 12 മണിക്ക് അവിടെ എത്താൻ കണക്കാക്കിയാണ് അവർ പുറപ്പെട്ടത്. സമന്യു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. മുക്കാ ദൂരത്തോളം ഉറക്കവും പിന്നെ എഴുന്നേറ്റ് പാല് കുടിച്ച് മുത്തശ്ശിയുടെയും മേമയുടെയും കയ്യിൽ മാറി മാറിയിരുന്ന് ആള് കാഴ്ച കണ്ടു. വിശ്വത്തിന്റെ വീട് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് ഇത്തിരി പോണം. മാപ്പിന്റെ സഹായം തേടിയാലും ആദ്യമായി വരുന്നവരെ ഇത്യധികം കൺഫ്യൂഷൻ ആക്കുന്ന വഴികളാണ്. നേരത്തെ പറഞ്ഞു വെച്ചത് പ്രകാരം വിശ്വത്ത് പറഞ്ഞ ജംഗ്ഷൻ എത്തിയതും ജിതിൻ അവനെ കോൾ ചെയ്തു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു ടേണിങ്ങിന്റെ അവിടെ ബൈക്കിൽ വിശ്വത്ത് പ്രജിനും അവരെ കാത്തു നിന്നിരുന്നു. കൂടെ പോരെ എന്ന് പ്രജിൻ കൈ കാണിച്ചപ്പോൾ ജിതിൻ കാർ അവർക്ക് പിന്നാലെ എടുത്തു. അവരെ ഫോളോ ചെയ്ത് ട്രാവലറും ആ ഇടവഴിയിലേക്ക് കടന്നു. നില നീലിമയുടെയും ജിതിന്റെയും ഇടയിലൂടെ തല നീട്ടി നോക്കി. നോക്കണ്ട, അവനാ ബൈക്ക് ഓടിക്കുന്നത്. നീ എത്തിച്ചാലും ഒന്നും കാണില്ല. പിന്നെ ഡ്രസ്സാണ് നോക്കുന്നെങ്കിൽ അവൻ ബ്ലാക്ക് ഷർട്ടും മുണ്ടുമ, അല്ലാതെ നിന്നെ പോലെ ചോര തെറിച്ച കളറൊന്നുമല്ല. ചോര തെറിച്ച കളറോ? ഇത് മെറൂണാണ്. നീലിമ അവൻ പറഞ്ഞു കേട്ട് ചിരിച്ചു. അവനെ നില സാരിയും ചുരിദാറും ഇടുന്നത് അത്ര താല്പര്യമില്ല. അവൾക്ക് മോഡേൺ ഡ്രസ്സ് നൽകുന്ന അവന്റെ അഭിപ്രായം. അവൻ തന്നെയാണ് കുഞ്ഞിലെ മുതൽ അവളുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതും. ചേച്ചി ഇത് നല്ലതല്ലേ? മേമയും ആന്റിയും നല്ലതാന്ന് പറഞ്ഞല്ലോ. നീ അവരുടെ അഭിപ്രായം നോക്കിയിരുന്നോ? രണ്ടും മിണ്ടാതിരുന്നോ? എന്തിനാ പോകുന്നത് എന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? തല്ലുകൂടാൻ നിൽക്കുന്നു. അമ്മമ്മ ഇത്തിരി ഒച്ച വെച്ചതോടെ നില വേഗം സീറ്റിലേക്ക് ഇരുന്നു. 4-5 മിനിറ്റ് കഴിഞ്ഞതും വിശ്വത്തിന്റെ ബൈക്ക് കടന്ന് ഗേറ്റിലൂടെ ജിതിൻ കാറ് കയറ്റി ഒതുക്കിയിട്ടു. അവര് വന്നതറിഞ്ഞു വീട്ടിൽ നിന്ന് ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി വന്നു. അതുവരെ തോന്നാത്ത ഒരു പരിഭ്രമം നിലയെ പിടികൂടി. ഒപ്പം വിശ്വത്ത് അവളൊരു നോക്കുകൂടി ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി ട്രാവലറിനടുത്തേക്ക് പോയി. അതുകൂടി ആയപ്പോൾ പരിഭ്രമം പരിഭവമായി. വാ, ഇറങ്ങ്. ജിതിൻ ഡോർ തുറന്ന് കൊടുത്തപ്പോൾ നില പയ്യെ ഇറങ്ങി. നീലിമ ഇറങ്ങി വന്ന് അമ്മമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. വാവ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ ഇത്രയും നേരം കാറിലിരുന്നിട്ട്? വായോ, അകത്തേക്ക് കയറി വാ. വനജ വിശേഷങ്ങൾ തിരക്കിക്കൊണ്ടാണ് ഇറങ്ങി വന്നത് തന്നെ. ഇല്ല, ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലേ വനജ്? നന്നായി, ഇനി കുറച്ചു നേരം കിടത്താം. വായോ. അവരെയും വിളിച്ച് നിലയുടെ കയ്യിൽ പിടിച്ച് വനജ സിറ്റൗട്ടിലേക്ക് കയറി. അകത്തേക്ക് കയറും മുന്നേ നില തിരിഞ്ഞു നോക്കി. വിശ്വത്ത് ജിതിനോട് സംസാരിച്ച് നിൽക്കാണ്. ഒപ്പം സേതുവും വൈഷ്ണവും ഉണ്ട്. അപ്പോഴേക്കും ട്രാവലർ ഉള്ളവരും അടുത്തേക്ക് എത്തി. ആരും പറഞ്ഞില്ലെങ്കിൽ കൂടി വലത് കാലിൽ വെച്ച് നില അകത്തേക്ക് കടന്നു. സേതുവും വൃന്ദയും അടുത്തേക്ക് വന്നപ്പോൾ നിലയ്ക്ക് ആശ്വാസമായി. വൃന്ദേ, ചേച്ചിയെ റൂമിലേക്ക് കുട്ടിക്കോ, വാവിനെ കിടത്തിക്കോ. മോളും കൂടെ കുറച്ചു നേരം കിടന്നു. ഇത്രയും ദൂരം ഇരുന്നതല്ലേ. എല്ലാവരെയും പതിയെ പരിചയപ്പെടാം, സമയമുണ്ടല്ലോ. വൃന്ദയ്ക്കൊപ്പം താഴത്തെ റൂമിലേക്ക് പോകുമ്പോ നീലിമ നിലയെ നോക്കി. അവളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തി പോകാൻ നീലിമയ്ക്ക് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. പക്ഷേ ഒരേ ഇരിപ്പ് അവൾക്ക് നല്ലോണം നടുവേദനിച്ച് തുടങ്ങിയിരുന്നു. നീലിമയുടെ നോട്ടം കണ്ട് നില കണ്ണിച്ചിമ്മി പൊക്കോ എന്ന് കാണിച്ചു. ഒപ്പം സേതിയുടെ കൈ ഉയർത്തി അവൾ കൂടെയുണ്ടെന്ന് പറയാതെ പറഞ്ഞു. സേതിക്കൊപ്പം ഒരു ചെയറിലേക്ക് ഒതുങ്ങിയിരുന്നതും ജിത്തുവിന്റെ ആന്റിയാണ്, വല്യമ്മയാണ്, ഇളയമ്മയാണ്, ചേട്ടത്തിയാണെന്നൊക്കെ പറഞ്ഞു അവൾക്ക് ചുറ്റും ആളുകൾ കൂടി. നില അവർക്കൊക്കെ നല്ലൊരു പുഞ്ചിരി മടക്കി. ഷീജയും സീമയും അടുത്തേക്ക് വന്നപ്പോൾ നിലയ്ക്കൊരു ആശ്വാസം തോന്നി. ശ്വേതയും ബിന്ദു കൂടി എല്ലാവർക്കും ജ്യൂസ് എടുത്തു. വിജയൻ ആണുങ്ങളെ എല്ലാവരെയും അകത്തേക്ക് വിളിച്ചിരുത്തി. പിന്നെ എല്ലാവരും പരസ്പരം പരിചയപ്പെടുന്ന സംസാരവുമായി. നിലയുടെ നോട്ടം മുഴുവനും എല്ലാവരോടും ചിരിച്ച് കാര്യമായി സംസാരിക്കുന്നവനിൽ തന്നെ തങ്ങി നിന്നു. വന്നിട്ട് ഇത്രയും നേരമായിട്ടും അവനിൽ നിന്നൊരു പുഞ്ചിരി പോലും അവൾക്ക് കിട്ടിയില്ല. നിലയുടെ പരിഭവം സങ്കടമായി മാറി തുടങ്ങി. വരേണ്ടിയിരുന്നില്ല എന്നുവരെ തോന്നി അവൾക്ക്. വിശ്വത്തിൽ നിന്നല്ല, വൃന്ദയിൽ നിന്നാണ് നില ഈ വീടിനെ കുറിച്ച് കൂടുതൽ കേട്ടിരിക്കുന്നത്. ലിവിംഗ് റൂമും കഴിഞ്ഞ് ഡൈനിങ് റൂമിലേക്ക് കടക്കുന്നതിനിടയിൽ സൈഡിലായി ഒരു ചെറിയ വാഷ് ഏരിയയും കോമൺ ബാത്റൂം ഉണ്ട്. അതിന്റെ അപ്പുറമാണ് വിശ്വത്തിന്റെ റൂം. ഡൈനിങ് ഹാളിനടുത്ത് അച്ഛന്റെയും അമ്മയുടെയും റൂം. പിന്നെയുള്ള 2 റൂമും മുകളിലാണ്. ആ ഇരിപ്പിൽ നില വീട് മുഴുവൻ കണ്ണോടിച്ചു. നേരം കുറച്ച് നീങ്ങിയതും ഇനി കഴിച്ചിട്ടാവും സംസാരം എന്ന് പറഞ്ഞ് പ്രസന്നൻ ഭക്ഷണം വിളമ്പാൻ പറഞ്ഞു. ആദ്യം നിലയെയും കൂടെ ഉള്ളവരെയും ഇരുത്തി. നീലിമയും കുഞ്ഞും ഇതിനോടകം എഴുന്നേറ്റ് വന്നിരുന്നു. വനജ എല്ലാവരുടെ പ്ലേറ്റിലും ബിരിയാണി വിളമ്പി. നിലയ്ക്ക് വിളമ്പാൻ തുടങ്ങും മുന്നേ അവൾക്ക് ഞാൻ വിളമ്പിക്കോളാം എന്ന് പറഞ്ഞ് വിശ്വത്ത് പാത്രം വാങ്ങി. എല്ലാവർക്കും അത് ചിരിക്കാനുള്ള വകയായി.
നിലയുടെ മാറി തുടങ്ങിയ മുഖം അവൻ ശ്രദ്ധിച്ചിരുന്നതാണ്. അവനോടുള്ള പിണക്കത്തിൽ കഴിക്കാതെ ഇരിക്കരുതെന്ന് കരുതിയാണ് അവൻ ആ പ്ലേറ്റ് വാങ്ങിയത്. കഴിക്കി, വിളമ്പിയിട്ടും കഴിക്കാതെ ഇരുന്നവളെ അവൻ നിർബന്ധിച്ചു. അവൾ കഴിച്ചു തുടങ്ങിയതും അവൻ വൃന്ദയ്ക്കരിയിലേക്ക് നീങ്ങി. കുഞ്ഞിനെയും എടുത്ത് സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കായിരുന്നു വൃന്ദ. അവൾ കഴിച്ചു കഴിഞ്ഞ് ആരും ശ്രദ്ധിക്കാതെ വിധം നീ അവളെ മുകളിലേക്ക് ഒന്ന് കൊണ്ടുവരണേ. കുഞ്ഞിനെ കളിപ്പിക്കുന്നതിനൊപ്പം വൃന്ദയോട് അവൻ പയ്യെ പറഞ്ഞു. അവൾ അവനെ ഒന്ന് കണ്ണുരുട്ടി. പ്ലീസ് ഡി. അവനൊന്ന് കണ്ണു ചുരുക്കി. അവൾ കനത്തൊന്ന് മൂളിയതും അവൻ ചിരിയോടെ കുഞ്ഞിന്റെ കയ്യിലൊന്ന് മുത്തിക്കൊണ്ട് അവിടെ നിന്ന് മാറി. എടി, ഇപ്പൊ നമ്മൾ മുകളിലേക്ക് പോയാൽ എല്ലാവരും എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? നിനക്ക് വീട് കാണണ്ടേ? അല്ല, പഴയ നില തന്നെയാണോ ഇത്? ആര് എന്ത് എന്നൊന്നും കൂസാത്ത ഒരു നിലയെ എനിക്കറിയാമായിരുന്നു. സേതി ചിരിയോടെ ചോദിക്കുമ്പോ നിലയും ഓർത്തുപോയി പഴയ പലതും. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് സേതിക്കിപ്പോ മുകളിലേക്ക് കയറിയതാണ് അവൾ. താഴെ ആളും ബഹളമായപ്പോൾ കുഞ്ഞിച്ചക്കൻ ഇത്തിരി കരച്ചിലും വാശിയുമായി. വൃന്ദ അവനെയും കൊണ്ട് മുകളിലേക്ക് പോന്നിട്ടുണ്ട്. അവൾക്കരികിലേക്ക് എന്ന് പറഞ്ഞ് സേതി വിളിച്ചുകൊണ്ട് വന്നതാണ് നിലയെ. അതൊന്നും നീ പറയണ്ട. മുന്നേ ആരെയും നേരെ നോക്കാതെ വിറച്ച് നടന്നൊരു പെണ്ണിനെ എനിക്കും അറിയാം. ഇപ്പൊ ഇതൊക്കെ മാറി ഉഷാറായല്ലോ നീയും. അല്ല മോളെ, നിന്റെ പ്രജിൻ സാർ എങ്ങനെ? സ്റ്റെപ്പിന് മുകളിൽ എത്തിയതും നില സേതിയെ പിടിച്ചു നിർത്തി. പ്രജിനേട്ടൻ പൊളിയല്ലേ? പറയുമ്പോ സേതിയുടെ മുഖത്ത് നാണം നിറഞ്ഞു. സത്യം? നില അവളെ ചൂഴ്ന്നു നോക്കി. ആടി, നമ്മൾ കണ്ടിരുന്ന ഒരാളെ അല്ല അത്. അവിടെ അനിയനും അനിയത്തിക്കുമൊപ്പം ഒക്കെ കൂടുമ്പോൾ എന്തൊരു വൈബാണെന്നോ. സേതുനും അതെ, അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ലിസ്റ്റിലേക്ക് ആൾ ഇടം പിടിച്ചിട്ടുണ്ട്. ഓഹോ, അന്നൊരു യെസ് പറഞ്ഞിരുന്നെങ്കിൽ നല്ലൊരു ക്യാമ്പസ് പ്രണയം മിസ്സാവില്ലായിരുന്നു എന്ന് ആൾ ഇടയ്ക്കിടയ്ക്ക് പറയും. പ്രണയകാലം. സേതി പറഞ്ഞതിൽ ആ ഒരു വീടിൽ നില കുടുങ്ങിക്കിടന്നു. ഇവിടെ ഈ 2 മുറിയും ഹാളുമാണുള്ളത്. ഇതാ വൃന്ദയുടെ റൂം. വാവയും അവളും ഉള്ളിൽ കാണും. നീ ദേ ആ ബാക്ക് സൈഡിലെ ടെറസിലേക്ക് ചെന്നു. ജിത്തേട്ടൻ കാണും അവിടെ. ഏ? അവിടെ. സേതി ചൂണ്ടിയിടത്തേക്ക് അവൾ നോക്കി. ഡോർ ഓപ്പണായി കിടക്കാണ്. സേതി വൃന്ദയുടെ റൂമിലേക്ക് പോയതും നില തുറന്നു കിടന്ന വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങി. മുകളിൽ ഷീറ്റ് അടിച്ചൊരു ഓപ്പൺ ടെറസ്. നീട്ടിക്കെട്ടിയ അയയിൽ തുണികൾ വിരിച്ചിട്ടുണ്ട്. നില ചുറ്റുമൊന്ന് നോക്കി. സൈഡിൽ ചൂരൻ ചാരി അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട് വിശ്വജിത്ത്. ഇത്ര നേരം ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ആളാണ് ഇപ്പൊ ഈ ഒഴിഞ്ഞു നോട്ടം. ഇത്തിരി അധികം കനപ്പിച്ചു പിടിച്ച മുഖവുമായാണ് അവൾ അവനടുത്തേക്ക് ചെന്നത്. അവൾ അടുത്തെത്തിയതും കയ്യിൽ പിടിച്ചൊരു വലിയായിരുന്നു അവൻ. നില സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു ചേർത്ത് പിടിക്കലിനപ്പുറം ഒന്നും അവിടെ സ്നേഹസല്ലാപങ്ങൾ അതിരുവിട്ട് നീങ്ങിയിട്ടില്ല ഇതുവരെ. വിശ്വത്തിന്റെ കഴുത്തിലേക്ക് അമങ്ങിപ്പോയ മുഖം പെട്ടെന്ന് ഉയർത്തി അവന്റെ നെഞ്ചിന്ന് പിഴഞ്ഞു മാറാൻ അവളൊരു ശ്രമം നടത്തി നോക്കി. അപ്പോഴേക്കും അവന്റെ കൈകൾ അവളെ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു. നിലയാകെ പരിഭ്രമിച്ചു. മുഖം ഉയർത്താനാവാത്ത വിധം അവളൊന്ന് കുളിർത്തു. എന്തേ? മുഖമൊലിച്ച് ശബ്ദം നഷ്ടപ്പെട്ട പോലുള്ള അവളുടെ ആ നിൽപ്പ് കണ്ടവൻ കൈ ഒന്നുകൂടെ മുറുക്കി. വിശ്വേട്ടാ. അവൻ ചിരിയോടെ മൂടി. ഇങ്ങനെ പതുങ്ങിപ്പോകുന്ന നിലയെ കാണുക അപൂർവമാണ്. അവൻ കുസൃതിയോടെ മൂക്ക് അവളുടെ കവിളിലൊന്നുരച്ചു. നില അവൻ നിന്ന് കുതറി മാറാൻ നോക്കി. കിടക്കണ്ട, ഞാൻ വിടില്ല. നില അവനെ മുഖമുയർത്തി നോക്കി. എന്റെയാ, ഞാൻ വിടില്ല. ഇങ്ങനെ ചേർത്ത് നിർത്തണമെനിക്ക്. കാണാതെയും മിണ്ടാതെയും എനിക്ക് പറ്റില്ല. നിന്റെ ഇഷ്ടങ്ങൾക്ക് ഒന്നിനും ഞാൻ എതിര് നിൽക്കില്ല. പക്ഷെ ഒരു 10 മിനിറ്റെങ്കിലും എനിക്കായി മാറ്റിവെക്കണം. ആ കാര്യത്തിൽ എനിക്ക് ഇത്തിരി വാശി നിർബന്ധമുണ്ട്. ഈ പോയ ദിവസങ്ങളിൽ നീ എന്നോടൊന്ന് മിണ്ടിയോ? ആദ്യം പതിഞ്ഞു വന്ന ശബ്ദം അവസാനമായപ്പോഴേക്കും പരിഭവം തിങ്ങിയത് പോലെയായി. നില വല്ലാതായി. ശരിയാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെയും തിരക്കായിരുന്നു. ഹോട്ടലിൽ വാങ്ങുന്ന പച്ചക്കറികളും മറ്റും മായമില്ലാത്തത് വേണമെന്ന ചിന്തയിൽ അവ തേടിയുടെ അലച്ചിലായിരുന്നു. ഇതിനിടയിൽ വിളികളിൽ നിന്ന് മെസ്സേജുകൾ മാത്രമായി. ഒന്നും പറയാനാവാതെ നില അവനെ ചുറ്റിപ്പിടിച്ചു നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു. അവന്റെ വാക്കുകൾ അവളെ വിഷമിപ്പിച്ചു. വിശ്വത്തിന്റെ പിടിയൊന്ന് മുറുകി. ശ്വാസം തിങ്ങി. സോറി. വളരെ പതിഞ്ഞു പോയിരുന്നു അവളുടെ ശബ്ദം. വിശ്വത്ത് അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. നില ഒന്നുകൂടി അവനോട് ചേർന്നു. ഇനി ഇതുപോലെ ചെയ്യല്ലേ. രാത്രി വൈകിയായാലും ഒന്ന് വിളിക്കണേടി. നില അവനെ മുഖമുയർത്തി നോക്കി. പകൽ ഞാൻ ഫ്രീ ആവുന്ന സമയം വിശ്വരൻ കോളേജിലാവും. പിന്നെ രാത്രി വൈകി വരുമ്പോൾ ഉറങ്ങാണെങ്കിൽ വിളിച്ച് എണീപ്പിക്കണ്ട എന്ന് കരുതും. അല്ലാതെ ഞാൻ മനഃപൂർവ്വം വിളിക്കാതിരിക്കുന്നതല്ല. അവനൊന്നും മിണ്ടാതെ അവളെ നോക്കി നിന്നു.
കണ്ണെടുക്കാതെയുള്ള അവന്റെ നോട്ടത്തിൽ നിലയൊന്ന് വിറച്ചു. അവൾ മുഖം ചേർച്ച നിമിഷം അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നു. നില ഒന്ന് തുള്ളിപ്പോയി. അവനെ അകറ്റാനാവാതെ അവളൊന്ന് കുഴഞ്ഞു. അമർത്തിയ ഒരു നിശ്വാസം, പതിഞ്ഞൊരു മുത്തം. നിലയുടെ കൈ അവനിൽ മുറുകി. ഏതാനും നിമിഷങ്ങൾക്കപ്പുറം അവൻ മുഖം ഉയർത്തിയത് നില അവനിൽ നിന്ന് 2 അടി പിന്നിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു. അവൾക്ക് ഇടം കവിളും ചെവിയും കഴുത്തും ചരിക്കുന്ന പോലെ തോന്നി. കഴുത്തൽപ്പം ചിരിച്ചുള്ള അവളുടെ നിൽപ്പ് കണ്ടവൻ ചിരിച്ചു. ജിതേട്ടാ. സേതിയുടെ നീട്ടിവിളി വന്നപ്പോൾ വിശ്വത്ത് അവളെയും വിളിച്ച് അകത്തേക്ക് നടന്നു. അവിടെ സേതിക്കൊപ്പം പ്രജിനും ജിതിനും വൃന്ദയും ഉണ്ട്. കുഞ്ഞിച്ചക്കൻ ജിതിന്റെ കയ്യിലും. നില വേഗം കുഞ്ഞിനടുത്തേക്ക് ചെന്ന് അവനെ കയ്യിൽ വാങ്ങി. വന്നപ്പോൾ മുതൽ ഒരു വീട്ടുകെട്ടലായിരുന്നല്ലോ രണ്ടും. അപ്പൊ ക്ലിയർ ആയോ? പ്രജിൻ ചോദിച്ചതിന് വിശ്വത്ത് കണ്ണുകൾ ചിമ്മി ചിരിച്ചു. നില അവന് മുഖം കൊടുക്കാതെ കുഞ്ഞിനെ കൊണ്ട് തിരിഞ്ഞു നിന്നു. വാ താഴേക്ക് പോകാം, അവിടെ നിന്നെ തിരക്കുന്നുണ്ട്. സേതി പറഞ്ഞതും നില വേഗം താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി. അവൾക്ക് പിന്നാലെ സേതിയും വൃന്ദയും. കുറച്ച് സമയത്തിനപ്പുറം നിശ്ചയത്തിന് കാണാമെന്ന് പറഞ്ഞു എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന നേരം നില വിശ്വത്തിനോ നോക്കി. ഞാൻ നാളെ അങ്ങ് വരും. അവൻ പതിയെ ചുണ്ടനക്കി ചിരിച്ചു. എന്നോട് അങ്ങനെ പറയണ്ട, നിശ്ചയത്തിന് മുന്നേ നമുക്ക് കാണാം എന്നാണ് അവന്റെ ചിരിയുടെ അർത്ഥമെന്ന് നിലയ്ക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായി. അവളും ചിരിച്ചു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.